Hello everyone, welcome to the course on Electrical Drives Control for Automation. We are discussing Module 5. In Module 5, today we are entering to single-phase induction motor, its principle of operation, and among plate-phase induction motor and capacitor start motor. നമ്മൾ ഓൾറെഡി 3-phase ഇൻഡക്ഷൻ മോട്ടോർ പഠിച്ചു അല്ലേ? ഇത് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് സിംഗിൾ-phase ഇൻഡക്ഷൻ മോട്ടറിനെ പറ്റിയിട്ടാണ്. എന്തായിരിക്കും സിംഗിൾ-phase ഇൻഡക്ഷൻ മോട്ടറും 3-phase ഇൻഡക്ഷൻ മോട്ടറും ഉള്ള പ്രത്യക്ഷത്തിലുള്ള വ്യത്യാസം? സിംഗിൾ-phase ഇൻഡക്ഷൻ മോട്ടോർ വർക്ക്സ് ഓൺ സിംഗിൾ-phase സപ്ലൈ, മറ്റേതാണെങ്കിൽ 3-phase സപ്ലൈ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈ പവർ ആപ്ലിക്കേഷൻസിനൊന്നും സ്യൂട്ടബിൾ ആയിട്ടുള്ള സാധനമല്ല ഈ സിംഗിൾ-phase ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. Generally used for applications which require capacity less than 0.5 kW. ഓക്കെ, അതായത് 0.5 kW താഴെ മാത്രം കപ്പാസിറ്റി ഉള്ള ആപ്ലിക്കേഷൻസിന് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, സിംഗിൾ-phase ഇൻഡക്ഷൻ മോട്ടറിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കൺസ്ട്രക്ഷൻ സിമ്പിൾ ആണ്, റിലയബിൾ ആണ്, റിപ്പയറിംഗ് ഭയങ്കര എളുപ്പമാണ്, ചീപ്പറാണ്. ഇത്രയും അഡ്വാൻറ്റേജസ് ആർക്കുണ്ട്? സിംഗിൾ-phase ഇൻഡക്ഷൻ മോട്ടോറുണ്ട്. ഡീമെറിറ്റ് ആയിട്ട് പറയാനുള്ളത് ലോ ഓവർലോഡ് കപ്പാസിറ്റി, എഫിഷ്യൻസി വളരെ കുറവാണ്, പവർ ഫാക്ടർ കുറവാണ്. ഓക്കെ, 3-phase ഇൻഡക്ഷൻ മോട്ടോറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഔട്ട്പുട്ടും കുറവാണ്. സോ ഇത്രയും ഡിസഡ്വാൻറ്റേജസും കൂടെ ആർക്കുണ്ടെന്ന് ഓർത്ത് വെക്കുക? സിംഗിൾ-phase ഇൻഡക്ഷൻ മോട്ടോറിനുണ്ടെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്കിതിന്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് എന്താന്ന് നോക്കാം. ഓക്കെ, DC മോട്ടോറിന് സിമിലർ ആയിട്ട് സിംഗിൾ-phase ഇൻഡക്ഷൻ മോട്ടോറിന് പ്രധാനമായിട്ടും രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട്. DC മോട്ടോർ പോലെ തന്നെ ഇതിനും എന്തുണ്ട്? രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട്. ഒരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗവും പിന്നെ ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ഭാഗവും. ഓക്കെ, സ്റ്റേഷനറി പാർട്ടിനെ നമ്മൾ സ്റ്റേറ്റർ എന്ന് വിളിക്കും, റൊട്ടേറ്റിംഗ് പാർട്ടിനെ നമ്മൾ എന്ത് വിളിക്കും? റോട്ടർ എന്ന് വിളിക്കും. ഓക്കെ, സ്റ്റേറ്ററിന് we are using laminated construction, made up of stampings. Okay, ഈ സ്റ്റാമ്പിങ്സ് ആർ സ്ലോട്ടഡ് ഓൺ ദ പെരിഫറി. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ടു ക്യാരി സ്റ്റേറ്റർ വൈൻഡിങ്. ഓക്കെ, ദിസ് സ്റ്റേറ്റർ വൈൻഡിങ് എക്സൈറ്റഡ് ബൈ, അതായത് ആ സ്റ്റേറ്റർ വൈൻഡിങ് വി ആർ എക്സൈറ്റിംഗ് ഇറ്റ് ബൈ സിംഗിൾ-phase AC സപ്ലൈ. ഓക്കെ, സോ അതാണ് അവിടുത്തെ കാര്യങ്ങൾ. പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ ലാമിനേറ്റഡ് കൺസ്ട്രക്ഷന്റെ അഡ്വാൻറ്റേജ് എന്താണ്? അയൺ ലോസസ് മിനിമം ആക്കാൻ സഹായിക്കും. ഓക്കെ, സോ അതുകൂടാതെ ഈ സ്റ്റാമ്പിങ്സ് നമ്മൾ യൂഷ്വലി ഉണ്ടാക്കുന്നത് സിലിക്കൺ സ്റ്റീൽ സ്ട്രക്ചർ കൊണ്ടിട്ട് ആണ്. ഓക്കെ, that also minimizes the hysteresis loss. Okay, rotor construction is similar to that of 3-phase squirrel cage induction motor. Okay, that is the rotor consisting of an uninsulated copper or aluminum bars that is placed in the slots. Also we can say that the bars are permanently shorted. എവിടെയൊക്കെയാണ്? at the both ends. Okay, with the help of end rings. Okay, so the entire structure looks like a cage. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നതിനെ? സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതേ ടൈപ്പ് കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അത് കൂടാതെ മെയിൻ വൈൻഡിങ് കൂടാതെ എന്ത് പറ്റും? ഒരു ഓക്സിലറി വൈൻഡിങ്ങും ഉണ്ടാവും. ഓക്കെ, ഈ രണ്ടിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ഷൻ മാറ്റി കൊടുക്കാൻ വേണ്ടി നമുക്ക് എന്തുണ്ട്? ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ചും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്സിലറി വൈൻഡിങ്ങിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് വൈൻഡിങ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സിംഗിൾ-phase ഇൻഡക്ഷൻ മോട്ടോർ. ഓക്കെ, മോട്ടോറിംഗ് ആക്ഷൻ നടക്കണമെങ്കിൽ നമുക്കറിയാം there should be two flexes. ഓക്കെ, ദാറ്റ് ഷുഡ് ബി ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ. എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് ആക്ച്വലി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, DC മോട്ടോറിന്റെ കേസിലാണെങ്കിൽ ഫീൽഡ് വൈൻഡിങ് എന്ത് ചെയ്യും? മെയിൻ ഫ്ലക്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, DC സപ്ലൈ ഗിവൺ ടു ആർമേച്ചർ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് ആർമേച്ചർ ഫ്ലക്സ്. ഓക്കെ, ഈ മെയിൻ ഫ്ലക്സും ഈ ആർമേച്ചർ ഫ്ലക്സും പരസ്പരം ഇന്ററാക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? സിംഗിൾ-phase ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ സിംഗിൾ-phase AC സപ്ലൈ നമ്മൾ സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്കാണ് കൊടുക്കുന്നത്. ദ സ്റ്റേറ്റർ വൈൻഡിങ് carries an alternating current which produces the flux which is also in alternating in nature. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെയിൻ ഫ്ലക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, that main flux it will links with the rotor conductors. Okay,
എന്നിട്ട് അതെങ്ങനെ അങ്ങനെ ലിങ്ക് ആവുന്നത്? ഡ്യൂ ടു ട്രാൻസ്ഫോമർ ആക്ഷൻ. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ ഒരു EMF ജനറേറ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഇൻഡ്യൂസ്ഡ് EMF ഡ്രൈവ്സ് ദ കറന്റ് ത്രൂ ദ റോട്ടർ. എന്തുകൊണ്ടാണ്? ആ റോട്ടർ ക്ലോസ് സർക്യൂട്ട് ആണ്. Also, we can say that the rotor current that produces another flux called rotor flux required for motoring action. Okay, പ്രധാന ഡിഫറൻസ് കമ്പയറിംഗ് ടു DC മോട്ടോർ എന്ന് പറയുമ്പോൾ ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് DC മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്, പക്ഷേ ഈ മെഷീൻ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. എന്തുകൊണ്ട് ഇത് സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല എന്നുള്ള കാര്യം നമുക്ക് ഡബിൾ ഫീൽഡ് റിവോൾവിംഗ് തിയറിയുടെ സഹായത്തോടു കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം എന്താണ് ഡബിൾ റിവോൾവിംഗ് ഫീൽഡ് തിയറി എന്നുള്ള കാര്യം. ഓക്കെ, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോട്ടറിൽ കറണ്ട് ഇൻഡ്യൂസ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ആക്സിസ് ഓഫ് റോട്ടർ MMF ആക്ച്വലി സ്റ്റേറ്റർ ഫീൽഡുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ പരസ്പരം ടോർക്ക് ആംഗിൾ ഒന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ നോ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഈസ് ഡെവലപ്ഡ് ഇൻ കേസ് ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. അതാണ് ആക്ച്വൽ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ മെഷീൻ സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ല. പക്ഷെ നമ്മളൊരു പുഷ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ എന്ത് സംഭവിക്കും? ഈ മെഷീൻ സ്പീഡ് പിക്കപ്പ് ചെയ്തിട്ട് ആ ഒരു സ്പീഡിൽ തന്നെ കണ്ടിന്യൂ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു പ്രിൻസിപ്പിള് നമുക്ക് ഡബിൾ റിവോൾവിംഗ് ഫീൽഡ് തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇനി പറയാൻ പോകുന്നത്, എന്താണ് ഡബിൾ റിവോൾവിംഗ് ഫീൽഡ് തിയറി എന്നുള്ള കാര്യം. ഓക്കെ, according to this theory we can say that any alternating quantity can be resolved into two rotating components, okay, which will rotate opposite directions, each having magnitude as half of the maximum magnitude of the alternating quantity. Okay, ഇവിടുത്തെ കേസിലാണെങ്കിൽ സ്റ്റേറ്റർ വൈൻഡിങ് പ്രൊഡ്യൂസസ് ആൻ ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്. അതിന്റെ വാല്യൂയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 5M ആണ്. ഓക്കെ, സോ അതിന്റെ രണ്ട് കമ്പോണൻസ് ഓഫ് സ്റ്റേറ്റർ ഫ്ലക്സ്, ഈച്ച് ഹാവിംഗ് സെയിം മാഗ്നിറ്റ്യൂഡ്, ഹാഫ് മാക്സിമം മാഗ്നിറ്റ്യൂഡ്, ഈച്ച് ഹാവിംഗ് സെയിം മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ 5M അറിയാം. അപ്പൊ രണ്ടും അപ്പുറത്തും വരുമ്പോൾ 5M/2 ആയിരിക്കും, അല്ലെങ്കിൽ 5/2. 5 ആണ് എടുക്കുന്നെങ്കിൽ 5/2, 5M ആണ് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നെങ്കിൽ 5M/2. ഓക്കെ, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെയിം മാഗ്നിറ്റ്യൂഡിൽ ആക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഫ്രം ദിസ് വി ക്യാൻ സേ ദാറ്റ് ദീസ് ടു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് of same strength, okay, they develop equal and opposite electromagnetic torque. So we can say that net torque അല്ല resultant torque എന്ന് പറയുന്നത് 0 ആയിരിക്കും, which means starting torque is 0. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത് സെൽഫ് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള മോട്ടോർ അല്ല. പക്ഷെ നമുക്കതിനെ സെൽഫ് സ്റ്റാർട്ടിംഗ് ആക്കാൻ പറ്റും. അതിനുള്ള പല മെത്തേഡ്സുകളിൽ ഒന്നാണ്, പ്രധാനപ്പെട്ട 4 മെത്തേഡുകളാണ് സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സ്റ്റാർട്ട് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ, പിന്നെയുള്ളത് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോർ, പിന്നെയുള്ളത് കപ്പാസിറ്റർ സ്റ്റാർട്ട് ആൻഡ് കപ്പാസിറ്റർ റൺ ഇൻഡക്ഷൻ മോട്ടോർ ആൻഡ് ഷെയ്ഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടോർ. ഇതിൽ ആദ്യത്തെ 2 എണ്ണമാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അതായത് സെൽഫ് സ്റ്റാർട്ടിംഗ് അല്ലാത്ത മെഷീനെ നമ്മൾ സെൽഫ് സ്റ്റാർട്ടിംഗ് ആക്കാൻ പോവുകയാണ്. ഓക്കെ, സോ സ്റ്റേറ്റർ ഫ്ലക്സ് ഷുഡ് ബി മെയ്ഡ് റൊട്ടേറ്റിംഗ് ടൈപ്പ് റാദർ ദാൻ ആൾട്ടർനേറ്റിംഗ് ടൈപ്പ്. അങ്ങനെ ആക്കിയാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? നമുക്ക് മെഷീനെ സെൽഫ് സ്റ്റാർട്ടിംഗ് ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം ഓരോ മെത്തേഡും എന്താന്നുള്ള കാര്യം. ഒരു റൊട്ടേറ്റിംഗ് ആദ്യത്തെ നോക്കാം നമുക്ക് സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. അതിന് മുന്നേ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഓക്കെ നമുക്ക് എന്ത് വേണം? 2 ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സസ് ഹാവിംഗ് ഒരു ഫേസ് ഡിഫറൻസ് വേണ്ടി വരും. അത് രണ്ടും തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് വേണം. ഓക്കെ, സോ ദ ഇന്ററാക്ഷൻ ഓഫ് സച്ച് 2 ഫ്ലക്സസ് ആണ് എന്ത് ചെയ്യുന്നത്? എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു റിസൾട്ടന്റ് ഫ്ലക്സ്. ഓക്കെ, വിച്ച് ഈസ് ഇൻ റൊട്ടേറ്റിംഗ് നേച്ചർ. അങ്ങനെ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി ഓരോ മെത്തേഡിലൂടെ അറിയാൻ പോകുന്നത്. സ്പ്ലിറ്റ് ഫേസ് ഉണ്ട്, കപ്പാസിറ്റർ സ്റ്റാർട്ട് ഉണ്ട്, കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ ഉണ്ട്, ഷെയ്ഡഡ് പോൾ ഉണ്ട്. അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ, സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ എന്നുള്ള കാര്യം. ഓക്കെ, സ്പ്ലിറ്റ് ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ കേസിൽ നോക്കാം 2 പ്രധാനപ്പെട്ട വൈൻഡുകളാണ് ഉള്ളത്. ഓക്കെ, ഒരു മെയിൻ വൈൻഡിങ് ഉണ്ട്, അതുകൂടാതെ ഒരു ഓക്സിലറി വൈൻഡിങ്ങും ഉണ്ട്. ഓക്കെ, അതായത് ഒരു സിംഗിൾ ഫേസ് സ്റ്റേറ്റർ വൈൻഡിങ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെയിൻ വൈൻഡിങ് എന്ന് വിളിക്കുന്നത്. അത് കൂടാതെ ഇൻ അഡീഷൻ ടു ദാറ്റ് ദർ ഇസ് എ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഓർ ഓക്സിലറി വൈൻഡിങ്. ഓക്കെ, ഈ ഓക്സിലറി വൈൻഡിങ് ക്യാരീസ് എ സീരീസ് റെസിസ്റ്റൻസ്. ഓക്കെ, ഓക്സിലറി വൈൻഡിങ് ക്യാരീസ് എ സീരീസ് റെസിസ്റ്റൻസ്.
അതിന്റെ ഇംപെഡൻസ് എന്ന് പറയുന്നത് ഹൈലി റെസിസ്റ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും. ഓക്കെ, നേരെ മറിച്ച് മെയിൻ വൈൻഡിങ്ങിന്റെ കേസിൽ മെയിൻ വൈൻഡിങ് ഈസ് ഇൻഡക്റ്റീവ് ഇൻ നേച്ചർ. ഓക്കെ, ഈ സീരീസ് ആയിട്ടുള്ള അതായത് ഓക്സിലറി വൈൻഡിങ് എന്ന് പറയുന്നത് ഹൈലി റെസിസ്റ്റീവും മെയിൻ വൈൻഡിങ് എന്ന് പറയുന്നത് ഹൈലി ഇൻഡക്റ്റീവും ആയിരിക്കും. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ മെയിൻ വൈൻഡിങ്ങിന്റെ കേസിൽ ഹൈ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആൻഡ് ലോ റെസിസ്റ്റൻസ്, ഓക്സിലറി വൈൻഡിങ്ങിന്റെ കേസിൽ ലോ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആൻഡ് ഹൈ റെസിസ്റ്റൻസ്. ഓക്കെ, ലെറ്റ് IM എന്ന് പറയുന്ന കറണ്ട് ആണ് മെയിൻ വൈൻഡിങ്ങിലൂടെ ഫ്ലോ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. IST ഈസ് ദ കറണ്ട് ത്രൂ ഓക്സിലറി വൈൻഡിങ്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു മെയിൻ വൈൻഡിങ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ഇൻ നേച്ചർ ആണ്. സോ IM എന്ന് പറയുന്ന കറണ്ട് വോൾട്ടേജ് VA എന്ത് പറ്റും, 5M ആംഗിൾ ലാഗ് ചെയ്യും. ഓക്കെ, IST എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇൻ ഫേസ് വിത്ത് V. എന്തുകൊണ്ടാണ്? അത് ഹൈലി റെസിസ്റ്റീവ് ഇൻ നേച്ചർ ആണ്. ഓക്കെ, സോ നമുക്ക് അതിന്റെ ഫേസർ ഡയഗ്രാം ഇങ്ങനെ വരയ്ക്കാം. ഓൾസോ വി ക്യാൻ സേ ദാറ്റ് ദർ എക്സിസ്റ്റ് എ ഫേസർ ഡിഫറൻസ് ഓഫ് ആൽഫ ബിറ്റ്വീൻ ടു കറന്റ്സ്. ഓക്കെ, ആൽഫ എന്ന് പറയുന്ന ഫേസർ ഡിഫറൻസ് ആണ് രണ്ട് കറണ്ട് തമ്മിലുള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ബിറ്റ്വീൻ ടു ഫ്ലക്സ്, അതായത് ഇതിന് രണ്ടിനും ഇടയ്ക്ക് രണ്ട് ഫ്ലക്സസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ബൈ ടു കറന്റ്സ്, രണ്ട് കറണ്ട് കാരണം രണ്ട് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ റിസൾട്ടന്റ് ഓഫ് ദീസ് ടു ഫ്ലക്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഒരു സ്റ്റാർട്ടിംഗ് ടോർക്ക് അവിടെ ഉണ്ടാവും. അതെന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിൽ മാത്രമായിരിക്കും. ഓക്കെ, ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാവും. ഓക്സിലറി വൈൻഡിങ്ങിന് ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സീരീസ് ആയിട്ട്. ഓക്കെ, മോട്ടോർ ഒരു സ്പീഡ് ഗ്യാദർ ചെയ്യുമ്പോൾ നമ്മുടെ ഏകദേശം ഒരു 75 മുതൽ 80% ഓഫ് സിങ്ക്രോണസ് സ്പീഡിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് നമുക്ക് ഈ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഓപ്പൺ ചെയ്യാം മെക്കാനിക്കലി. ഓക്കെ, അതായത് റണ്ണിങ് കണ്ടീഷനിൽ തന്നെ ഇന്ന് സംഭവിക്കും, ഓക്സിലറി വൈൻഡിങ് റിമെയിൻസ് ഔട്ട് ഓഫ് മോട്ടോർ സർക്യൂട്ട്. സോ പിന്നെ എന്ത് ചെയ്യും, മോട്ടോർ റൺസ് ഓൺലി ഓൺ സ്റ്റേറ്റർ വൈൻഡിങ് ആയിരിക്കും. ഓക്കെ, so we can say that the auxiliary winding is designed for the short time use, while main winding എന്ന് പറയുന്നത് കണ്ടിന്യൂസ് യൂസിന്റെ കേസിലാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇതിന് സ്പ്ലിറ്റ് ഫേസ് എന്ന് പേര് വരാൻ കാര്യം? IM എന്ന് പറയുന്ന മെയിൻ ഫീൽഡിലെ കറണ്ടും IST എന്ന് പറയുന്ന ഓക്സിലറി ഫീൽഡിലെ കറണ്ടും splitted from each other by an angle alpha at start. So this type of motor we call it as split phase motor. ഓക്കെ, ഇതിന്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഏകദേശം 1.5 to 2 times ഫുൾ ലോഡ് ടോർക്ക് ആയിരിക്കും. സ്റ്റാർട്ടിംഗ് കറണ്ട് എന്ന് പറയുന്നത് ഏകദേശം 6 to 8 times ഫുൾ ലോഡ് കറണ്ട് ആയിരിക്കും. ഓക്കെ, ഇതിന്റെ ആപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ ദിസ് മോട്ടോഴ്സ് ഹാവ് ലോ സ്റ്റാർട്ടിംഗ് കറണ്ട് ആൻഡ് മോഡറേറ്റ് സ്റ്റാർട്ടിംഗ് ടോർക്ക് കമ്പയർ ടു അതർ ടൈപ്പ് ഓഫ് മോട്ടോർ. സോ ദീസ് ആർ യൂസ്ഡ് ഫോർ easily started loads like fans, blowers, grinders, centrifugal pumps, washing machines, oil burners and office equipment etc. ഓക്കെ, ഇത്രയും കാര്യങ്ങളിലാണ് നമ്മൾ ഈ സ്പ്ലിറ്റ് ഫേസ് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോർ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പഠിച്ചതായിട്ട് കുറെ സിമിലാരിറ്റീസ് ഉണ്ട്. ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ആ റെസിസ്റ്റൻസിന് പകരം എന്ത് ഉപയോഗിക്കും, ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്യും. ഓക്കെ, സോ നമുക്കറിയാം കപ്പാസിറ്റർ സർക്യൂട്ടിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത്. കപ്പാസിറ്റർ ഓൾവേസ് ഡ്രോസ് എ ലീഡിങ് കറണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ കപ്പാസിറ്റർ പകരം യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ട് എന്ത് സംഭവിക്കും, ആ സ്പ്ലിറ്റ് ഫേസ് ആംഗിൾ ആൽഫ, രണ്ട് കറണ്ടും തമ്മിലുള്ള സ്പ്ലിറ്റ് ഫേസ് ആംഗിൾ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെ, വെദർ കപ്പാസിറ്റർ റിമൈൻ ഇൻ ദ സർക്യൂട്ട് പെർമനന്റ്ലി ഓർ ഡിസ്കണക്റ്റഡ് ഫ്രം ദ സർക്യൂട്ട് യൂസിങ് സെൻട്രിഫ്യൂഗൽ സ്വിച്ച്. അതനുസരിച്ച് നമുക്ക് പിന്നെയും ക്ലാസിഫൈ ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ മാത്രം യൂസ് ചെയ്യുന്ന ടൈപ്പാണ് കപ്പാസിറ്റർ സ്റ്റാർട്ട്, സ്റ്റാർട്ടിങ്ങിലും റണ്ണിലും യൂസ് ചെയ്യുന്ന ടൈപ്പാണ് കപ്പാസിറ്റർ റൺ എന്ന് വിളിക്കാം. ഓക്കെ, സർക്യൂട്ട് ഡയഗ്രാം ഫേസർ ഡയഗ്രാം നോക്കാം. അത് സർക്യൂട്ട് ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കുന്നത്. IM എന്ന് പറയുന്ന കറണ്ട് ഇറ്റ് വിൽ ലാഗ്സ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ 5M. നമ്മൾ IST എന്ന് പറയുന്ന അതിന്റെ കേസ് പറയുകയാണെങ്കിൽ ഡ്യൂ ടു കപ്പാസിറ്റർ ഒരു സ്റ്റാർട്ടിംഗ് കറണ്ട് IST ദാറ്റ് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ 5ST. ഓക്കെ, IST leads by 5ST, IM lags by 5M. Okay,
So we can say that there exists a large difference between these two currents, almost 90 degree. Okay, ideal case ആണ് 90 degree എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ രണ്ടും തമ്മിൽ ഫേസ് ഡിഫറൻസ് വന്നു. സോ അത് കറസ്പോണ്ടിങ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു റിസൾട്ടന്റ് ടോർക്ക് ഉണ്ടാവും, അതൊരു യൂണി ഡയറക്ഷണൽ ടോർക്ക് ആയിരിക്കും. അങ്ങനെ എന്തായി, മെഷീൻ റൺ ആയി തുടങ്ങും. ഓക്കെ, here we can say that a starting torque that is directly proportional to alpha between these two ആംഗിൾ, അതായത് IST യും IM തമ്മിലുള്ള ആംഗിൾ ആണ് ആൽഫ. ഓക്കെ, സോ നമ്മൾ സ്പീഡ് ഏകദേശം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 75 മുതൽ 80% എത്തുമ്പം സിങ്ക്രോണസ് സ്പീഡിന്റെ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഗെറ്റ്സ് ഡിസ്കണക്റ്റഡ് ഡ്യൂ ടു ഓപ്പറേഷൻ ഓഫ് ദ സെൻട്രിഫ്യൂഗൽ സ്വിച്ച്. സോ കപ്പാസിറ്റർ റിമെയിൻസ് ഇൻ ദ സർക്യൂട്ട് ഓൺലി അറ്റ് ദ സ്റ്റാർട്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിച്ചത്, കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടോർ എന്ന് വിളിച്ചത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാറ്റഗറി പഠിക്കാം. ഇവിടെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ ഇവിടെ ഒരു എക്സ്ട്രാ കപ്പാസിറ്ററും കൂടെ വരും. ഇങ്ങനെ ഒരു കപ്പാസിറ്ററും കൂടെ കണക്ട്, ഇവിടെ ഒരു കപ്പാസിറ്റർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കപ്പാസിറ്ററിന്റെ മറ്റേ അറ്റം ഇവിടെ കണക്ട് ചെയ്തു. അങ്ങനെയുള്ളതിന് നമുക്ക് എന്ത്, അതിനെ റണ്ണിങ് കപ്പാസിറ്റൻസ് എന്ന് ഞാൻ വിളിച്ചു. സോ കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ മോട്ടോറിന്റെ കേസിൽ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് ഉണ്ടാവില്ല, ഒരു ചേഞ്ച് ഓവർ സ്വിച്ച് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം സ്റ്റാർട്ടിങ്ങിൽ ഒരു കപ്പാസിറ്റർ ആക്ട് ചെയ്യും, റണ്ണിങ്ങിൽ വേറൊരു കപ്പാസിറ്ററും ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും, ആ റണ്ണിങ്ങിലുള്ള കപ്പാസിറ്റർ പവർ ഫാക്ടർ ഇംപ്രൂവ്മെന്റ് പോലുള്ള അതിന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഫേസർ ഡയഗ്രത്തിൽ മാറ്റമൊന്നുമില്ല, പക്ഷേ പെർഫോമൻസ് കപ്പാസിറ്ററിന്റെ ആക്ട് സ്റ്റാർട്ടിങ്ങിൽ മാത്രമല്ല എന്ന് കൂടെ ഓർത്ത് വെക്കുക. റണ്ണിങ്ങിന്റെ കേസിൽ നമുക്ക് അതിന് എഫക്റ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള മെഷീന്റെ കേസിൽ സ്റ്റാർട്ടിങ് ടോർക്ക് എന്ന് പറയുന്നത് ഏകദേശം 50 to 100% ഓഫ് ഫുൾ ലോഡ് ടോർക്ക് ആയിരിക്കും. ഓക്കെ, അപ്പം റണ്ണിങ് കണ്ടീഷന് കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്കായിരിക്കണം നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കപ്പാസിറ്റൻസ് ചൂസ് ചെയ്യേണ്ടി വരിക. ഓക്കെ, ഇനി നമുക്ക് വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. കോമൺ ആപ്ലിക്കേഷൻസ്: വാഷിംഗ് മെഷീൻസ്, ഫാൻസ്, ബ്ലോവേഴ്സ്, റെഫ്രിജറേറ്റേഴ്സ്, ഗ്രൈൻഡേഴ്സ് ആൻഡ് സെൻട്രിഫ്യൂഗൽ പമ്പ്സ് ആൻഡ് ഹെയർ ഡ്രയേഴ്സ്. ഓക്കെ, നമ്മൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ആണ് പഠിച്ചത്. അത് എന്താണെന്ന് പഠിച്ചു, കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിന്റെ 2 പ്രധാനപ്പെട്ട ടൈപ്പുകളും നമ്മൾ പഠിച്ചു. ഓക്കെ, വീഡിയോ ഒന്നുകൂടെ കാണുക, PPT ഒന്നുകൂടെ നോക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു.